മറ്റൊരു വിഷയം ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസാണ്. അതിൽ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ രാഹുൽ ഹാജരാകില്ല. ചോദ്യം ചെയ്യൽ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. കെ അബിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അബിലാൽ, ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഈ നോട്ടീസ്, ഈ ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉയരുന്നതിന് മുൻപേ രാഹുൽ അയച്ചിരുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് പറയുന്നത്. അങ്ങനൊരു നോട്ടീസേ കിട്ടിയിട്ടില്ല എന്നുള്ളതാണോ രാഹുൽ പറയുന്നത്? ഇന്ന് ഹാജരാകില്ല, അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ, അതോ ഇപ്പോഴും അടൂരിലെ വീട്ടിൽ തന്നെയാണോ രാഹുൽ? MLA ആയതിനു ശേഷം ഒരു തവണ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിക്കുന്നത്. അത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ക്രൈംബ്രാഞ്ച് DYSP ഫോണിൽ വിളിച്ച് മൊഴിയെടുക്കലിന് ഹാജരാകണം, അത് അങ്ങയുടെ സമയവും സൗകര്യവും കണക്കിലെടുത്ത് ഒരു ദിവസം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ബന്ധപ്പെട്ടാൽ മതി എന്നുള്ളതായിരുന്നു എന്നാണ് വിശദീകരണം. എന്നാൽ ഈ സമീപകാലത്ത്, അതായത് ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരാകണം എന്നുള്ള ഉള്ളടക്കത്തോടു കൂടിയുള്ള നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ള ഇത് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് സമീപ ദിവസങ്ങളിൽ വാർത്തയായി വന്നിരുന്നു. പക്ഷേ പരിപൂർണമായി അത് നിഷേധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്ക് തൻ്റെ തിരുവനന്തപുരത്തെ ഹോസ്റ്റൽ മുറിയിലോ അതല്ലെങ്കിൽ പാലക്കാട്ടെ ഓഫീസിലോ പത്തനംതിട്ട അടൂരിലെ വീട്ടിലോ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല. തപാൽ മുഖേന ഒരു കത്ത് വരികയോ ഫോൺ മുഖേന ഒരു കോൾ വരികയോ വാട്സാപ്പിൽ ഒരു സന്ദേശമായി ലഭ്യമാവുകയോ ചെയ്തില്ല. ചുരുക്കത്തിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനായി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ തിരുവനന്തപുരത്ത് എത്തുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, ശ്രീ കെ അബിലാലാണ് വിവരങ്ങൾ നൽകിയത്.